നിർബന്ധമായും കണ്ടിരിക്കേണ്ട മലയാള സിനിമകൾ. മലയാള സിനിമ ലോകത്തിലെ ഏറ്റവും മികച്ച കഥകളും അഭിനയമുള്ള ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിർബന്ധമായും കണ്ടിരിക്കേണ്ട മലയാള സിനിമകളെക്കുറിച്ചാണ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ദൃശ്യം എന്ന സിനിമയെക്കുറിച്ചാണ്. 2013 ദൃശ്യം എന്ന സിനിമ റിലീസ് ചെയ്തത്. മോഹൻലാലാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്തത്. മോഹൻലാൽ അഭിനയിച്ച സിനിമ ഒരു സാധാരണ കുടുംബത്തിൻ്റെ കഥയാണ്. പക്ഷേ പ്ലോട്ട് അതീവ ഇൻ്റലിജൻ്റ് ആണ്. ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഒരു അച്ഛൻ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നതാണ് കഥ. ഇതിലെ ട്വിസ്റ്റ് എൻഡിങ് കാരണം ലോകമെമ്പാടും ഈ സിനിമ പ്രശസ്തമായിരുന്നു. അടുത്തതായി നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് 1993 പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് എന്ന സിനിമ. ഇതൊരു ക്ലാസിക്കൽ മൂവിയാണ്. സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമകളിൽ ഒന്നാണ് ഇത്. ശോഭനയും മോഹൻലാലുമാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരുന്നത്. ലെജൻഡറി പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ ശോഭന കാഴ്ചവെച്ചത്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന കൺസെപ്റ്റ് വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമകളിൽ ഒന്നാണ്. അടുത്തതായി നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് കിരീടം. 1989 പുറത്തിറങ്ങിയ ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തിയത് മോഹൻലാലായിരുന്നു. ഒരു സാധാരണ യുവാവിൻ്റെ ജീവിതം സൊസൈറ്റി എങ്ങനെ മാറ്റുന്നു എന്നതാണ് കഥ. ഇതിലെ മോഹൻലാലിൻ്റെ പെർഫോമൻസ് ശ്രദ്ധേയമായിരുന്നു. മോഹൻലാലിൻ്റെ ഇമോഷണൽ പെർഫോമൻസ് ഈ സിനിമയെ ടൈംലെസ് ക്ലാസിക് ആക്കി മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമകളിൽ ഒന്നാണ് കിരീടം. അടുത്തതായി നമ്മൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് ഭീഷ്മപർവം. 2022 പുറത്തിറങ്ങിയ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം മമ്മൂട്ടിയായിരുന്നു. ആക്ഷൻ പ്ലസ് ഫാമിലി ഡ്രാമ മിക്സ് ചെയ്ത ഒരു സ്റ്റൈലിഷ് മൂവിയാണ് ഭീഷ്മപർവം. മമ്മൂട്ടിയുടെ പവർഫുൾ റോൾ തന്നെയാണ് ഈ ചിത്രത്തിലെ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമകളിൽ ഒന്നാണ് ഭീഷ്മപർവം. അടുത്തതായി നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് ഉസ്താദ് ഹോട്ടൽ. 2012 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ദുൽഖർ സൽമാനാണ് കേന്ദ്ര കഥാപാത്രമായി എത്തിയത്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതവും സ്വപ്നങ്ങളും ഫുഡ് ബിസിനസ് വഴി പറയുന്ന ബ്യൂട്ടിഫുൾ സിനിമയാണ് ഉസ്താദ് ഹോട്ടൽ. ഇമോഷൻ പ്ലസ് നല്ല മെസ്സേജുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഉസ്താദ് ഹോട്ടൽ. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമകളിൽ ഒന്നാണ് ഉസ്താദ് ഹോട്ടൽ. അടുത്തതായി നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് പുലിമുരുകൻ. 2014 പുറത്തിറങ്ങിയ ചിത്രത്തിൽ മോഹൻലാലാണ് പ്രധാന കഥാപാത്രമായി എത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റ് മലയാളം ആക്ഷൻ മൂവികളിൽ ഒന്നാണ് പുലിമുരുകൻ. ഇതിലെ ആക്ഷൻ സീനുകളും ജംഗിൾ ഫൈറ്റ് സീക്വൻസും എല്ലാം വളരെ അധികം ഇംപ്രസീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമകളിൽ ഒന്നാണ് പുലിമുരുകൻ. അടുത്തതായി നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് പ്രേമം. 2015 പുറത്തിറങ്ങിയ പ്രേമം എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയത് നിവിൻ പോളിയായിരുന്നു. ലവ്, ലൈഫ്, ഫ്രണ്ട്ഷിപ്പ് എല്ലാം ചേരുന്ന ഒരു യൂത്ത് ഫേവറേറ്റ് മൂവിയാണ് പ്രേമം. നിവിൻ പോളിയുടെ ക്യാരക്ടർ ഇവല്യൂഷനാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമകളിൽ ഒന്നാണ് പ്രേമം. അടുത്തതായി തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. 2019 റിലീസായ ചിത്രത്തിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചത് സൗബിൻ സാഹിറും ഷെയ്ൻ നിഗവുമാണ്. ഇതിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച കഥാപാത്രം സമൂഹത്തിലെ പരിപൂർണ കുടുംബത്തിന്റെ മറവിലുള്ള പ്രശ്നങ്ങളെയും കാണിക്കുന്നു. ലളിതമായ കഥയും യഥാർത്ഥ ബോധമുള്ള കഥാപാത്രങ്ങളും ഈ സിനിമയെ പ്രത്യേകതയുള്ളതാക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അടുത്തതായി നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഈ സിനിമ പ്രധാനമായും സ്ത്രീകളുടെ അദൃശ്യമായ പ്രയത്നം, സാമൂഹിക ചട്ടങ്ങൾ എന്നിവയെ ചോദ്യം ചെയ്യുന്നു. ചെറിയ ചെറിയ ദിവസേന സംഭവങ്ങളിലൂടെ സ്ത്രീകൾ അനുഭവിക്കുന്ന സമ്മർദ്ദവും അവഗണനയും ശക്തമായി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ.
അടുത്തതായി നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് ഹോം. 2021 പുറത്തിറങ്ങിയ ഹോം എന്ന ചിത്രത്തിൽ ഇന്ദ്രൻസ് ആണ് പ്രധാന കഥാപാത്രം ചെയ്തത്. ഈ സിനിമ നമ്മോട് പറയുന്നത് കുടുംബത്തിലുള്ളവരെ മനസ്സിലാക്കുകയും അവരുടെ പ്രാധാന്യം തിരിച്ചറിയുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് ഹോം. അടുത്തതായി നമ്മൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് സന്ദേശം. 1991 പുറത്തിറങ്ങിയ സന്ദേശം എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് ജയറാമും ശ്രീനിവാസനുമാണ്. ഈ സിനിമ രാഷ്ട്രീയ അന്ധവിശ്വാസത്തെയും തൊഴിലില്ലായ്മയെയും യുവാക്കളുടെ തെറ്റായ മുൻഗണനകൾ എന്നിവയെ പരിഹസിച്ച് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് സന്ദേശം. അടുത്തതായി നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് നാടോടിക്കാറ്റ്. 1987 പുറത്തിറങ്ങിയ നാടോടിക്കാറ്റിൽ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചത് മോഹൻലാലും ശ്രീനിവാസനുമാണ്. ഈ സിനിമ 1980കളിലെ കേരളത്തിലെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ക്ലാസിക് ചിത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് നാടോടിക്കാറ്റ്. അടുത്തതായി നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് ലൂസിഫർ. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തിയത് മോഹൻലാലായിരുന്നു. രാഷ്ട്രീയം, അധികാരം, ഗൂഢാലോചന എന്നിവ ചേർന്ന് ശക്തമായ ഒരു കഥയാണ് ലൂസിഫറിൻ്റേത്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് ലൂസിഫർ. അടുത്തതായി നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം. 2016 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ഫഹദ് ഫാസിലാണ് പ്രധാന കഥാപാത്രമായി എത്തിയത്. ലളിതമായ കഥയിലൂടെ ജീവിതവും മനുഷ്യബന്ധങ്ങളും മനോഹരമായി അവതരിപ്പിക്കുന്ന സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം. അടുത്തതായി നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മലയാള സിനിമയാണ് അയ്യപ്പനും കോശിയും. 2020 പുറത്തിറങ്ങിയ ചിത്രത്തിൽ പൃഥ്വിരാജും ബിജുമേനോനുമായിരുന്നു പ്രധാന കഥാപാത്രമായി എത്തിയത്. മനുഷ്യരുടെ അഹങ്കാരവും സാമൂഹിക സ്ഥാനവും അധികാരവും എന്നിവ എങ്ങനെ സംഘർഷത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് സിനിമയുടെ സന്ദേശം. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് അയ്യപ്പനും കോശിയും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇത്തരത്തിലുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.